അജിംസെ ഞാൻ കേൾക്കാം. അജിംസെ, ഞാൻ പറയുന്നതെന്ന് പറയാം മനസ്സിലായി. ഇതിനകത്ത് ഞാനൊരു ഒറ്റ സ്ട്രെച്ചിൽ 2-3 കാര്യങ്ങൾ പറഞ്ഞിട്ട് എന്നെ ഇടപെടാതിരിക്കുകയാണെങ്കിൽ ഞാൻ പറയാം. ഇപ്പോൾ ജയ്ക്ക് ഏതാണ്ടൊരു ജൂനിയർ MA ബേബി ആകാനുള്ള ശ്രമമാണെന്ന് തോന്നുന്നു. എന്തൊക്കെയോ അവിടെ നിന്ന് പറഞ്ഞ് കുറേ പദങ്ങളൊക്കെ മലയാളത്തിലെ വളരെ 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 റെയറായി ഉപയോഗിക്കുന്ന ചില പദങ്ങളൊക്കെ എടുത്തിട്ട് കസർത്ത് കണ്ടു. എന്താണ് പറഞ്ഞത് ജയിക്കില്ലെങ്കിലും മനസ്സിലായോ എന്ന് എനിക്ക് സംശയമാണ്. ഇനി അൽമായ മുന്നേറ്റത്തിൻ്റെ മഹാനാണെങ്കിൽ നരേന്ദ്രമോദി അവിടെ ചെന്നാൽ ഈ പ്രശ്നങ്ങളൊന്നും തീരില്ല, ഒരിക്കലും തീരരുതേ എന്ന പ്രാർത്ഥനയോടുകൂടിയാണ് അവിടെ ഇരിക്കുന്നത് തന്നെ. നാം കാണേണ്ടത് മണിപ്പൂരിലെ വിഷയം നമുക്കറിയാം ഏകദേശം ഒരു ലോക്കൽ വിഷയമായിരുന്നു. കശ്മീർ അന്താരാഷ്ട്ര ശ്രദ്ധയാകർഷിച്ച ഒരു അന്താരാഷ്ട്ര ഒരു പ്രശ്നം എന്ന് വേണമെങ്കിൽ, കാരണം മറ്റൊരു രാഷ്ട്രവുമായിട്ടുള്ള വിഷയമായിരുന്നു. അതൊക്കെ ഏത് രീതിയിലാണ് കേന്ദ്ര ഗവൺമെൻറ് പരിഹരിച്ചതെന്നും ഒരു ഇടയ്ക്കൊരു പഹൽഗാമിൻ്റെ ഒരു കല്ലുകടി ഒഴിച്ചു കഴിഞ്ഞാൽ ഇന്ന് കശ്മീരിലെ ജനമെന്ന് പറയുന്നത് കശ്മീർ പൗരന്മാരല്ല, അവർ ഇന്ത്യൻ പൗരന്മാരായി മാറി. നേരത്തെ കശ്മീർ എന്ന് പറയുന്നത് ഏതാണ്ടൊരു സെപ്പറേറ്റ് രാജ്യം പോലെയായിരുന്നു. അവർക്ക് ഇന്ത്യൻ പൗരന്മാരോട് ഒരു ബന്ധവുമില്ല എന്ന് വേണമെങ്കിൽ പറയാം. ഇന്ത്യക്കാർക്കാർക്കും അവിടെ ഭൂമി മേടിക്കാൻ കഴിയില്ല. ആ തരത്തിൽ എല്ലാ വിധത്തിലും അവരൊരു വേറിട്ട വിഭാഗമായിരുന്നു. ഇന്ന് കശ്മീരികൾ ഇന്ത്യൻ പൗരന്മാരായി മാറി. അങ്ങനെ നല്ല രീതിയിൽ ആലോചിച്ചുറപ്പിച്ചാണ് കേന്ദ്ര ഗവൺമെൻറ് എല്ലാ കാര്യത്തിലും ഇടപെടുന്നതെന്നാണ് നമ്മൾ ഒന്ന് നോക്കിയാൽ മനസ്സിലാക്കാൻ കഴിയുക. പിന്നെ ഇപ്പം ഞാനാണെങ്കിലും ജയ്ക്കാണെങ്കിലും ശ്രീ രാജു പി നായർ സംസാരിച്ചിട്ടില്ല, അദ്ദേഹത്തിനാണെങ്കിലും ഷൈജു ആന്റണി ഒരു പരിധി വരെ അജിംസിനും എന്തൊക്കെ പറഞ്ഞെന്ന് പറഞ്ഞാൽ ഒരു പക്ഷമുണ്ടാവും, ഒരു പക്ഷത്തിൻ്റെ ഒരു നിറം നമുക്കുണ്ടാവും. കെന്നഡി, ഇവിടെ ഇരിക്കുന്ന ആർക്കും പെഹൽഗാമിൽ നടന്ന ഒരു കല്ലുകടി മാത്രമാണ് എന്ന പക്ഷം ആർക്കും ഉണ്ടാവില്ല, കെന്നഡിക്കുള്ളത് പോലെ. അല്ല, കല്ലുകടിയല്ല. അവിടുന്ന് അതിഥികൾ എന്താ പറയുന്നത്, അതിഥികളെന്നോ അക്രമകാരികളെന്നോ പാകിസ്ഥാനിൽ നിന്ന് കടന്നു വന്ന് മുണ്ട് പൊക്കി നോക്കി താങ്ങി. ഒരിക്കലും കല്ലുകടിയല്ല. ഞാൻ ചെറിയൊരു വാക്ക് പ്രയോഗിച്ചതാണ്. പറയേണ്ട ഭാഷ അങ്ങനെയല്ല. പക്ഷെ അത് വലിയ വാക്കാണെങ്കിൽ, അതൊരു വലിയ ഇൻസിഡന്റ് ആണെങ്കിൽ കെന്നഡി തന്നെ പറഞ്ഞു വന്ന കശ്മീർ പഴയ കശ്മീർ അല്ല എന്ന വാദം പൊളിയുകയാണ്. അതെങ്ങനെ പൊളിയുന്നു? കാരണം അതൊരു അന്താരാഷ്ട്ര വിഷയമാണ്. ഈ ലോകത്ത് നടക്കുന്നതൊന്നും അജിംസ് കാണുന്നില്ലേ? അജിംസ് ഈ ലോകത്ത് നടക്കുന്നത് എന്താണെന്നൊന്നും കാണുന്നില്ലേ? അങ്ങനെ നോക്കിയാൽ ഒരു വിഷയം മാത്രമാണ് കശ്മീരിൽ പഹൽഗാമിൽ നമുക്ക് എടുത്തു കാണിക്കാൻ കഴിയുക ഈ തീവ്രവാദികളെ കൊണ്ട്. ഈ ലോകത്ത് തുറന്നു പറയാം, ഇസ്ലാമിസ്റ്റ് തീവ്രവാദികൾ അതിന് 6 കൊല്ലം മുമ്പാണ് പുൽവാമയിൽ ആക്രമണം ഉണ്ടായത്. കെന്നഡി, കശ്മീർ പഴയ കശ്മീർ അല്ല എന്ന് പറയുമ്പോൾ അവിടെ ഭീകരാക്രമണങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നു. ഞാൻ പറഞ്ഞല്ലോ, ഈ ഉണ്ടായിക്കൊണ്ടിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നവരൊക്കെ നമ്മുടെ നാട്ടിൽ ഇപ്പോഴും ഉണ്ട്. പക്ഷേ മണിപ്പൂരിലെ വിഷയത്തിൽ വളരെ അവധാനതയോടുകൂടിയാണ് അവിടെ കേന്ദ്രം ഇടപെട്ടതെന്ന് നമുക്ക് കാണാൻ കഴിയും. നമ്മുടെ കേരളത്തിൽ നോക്കിക്കഴിഞ്ഞാൽ മുഖ്യമന്ത്രി തന്നെയാണ്. കെന്നഡി, എങ്ങനെയാണ് ഈ അവധാനതയോടെ കുറെ മനുഷ്യർ കുറെ ആൾക്കാർ കൊന്നുകൊണ്ടിരിക്കുകയാണ്. അത് 2 വർഷം അവധാനത എന്ന് പറഞ്ഞാൽ മെല്ലെ ഇടപെടുക എന്നുള്ളതാണല്ലോ. മെല്ലെ ഇടപെട്ടാൽ മതി ആളുകളെ കൊല്ലുമ്പോൾ. അല്ല, അജിംസിന് 2 കൊല്ലത്തെ കഥയെ അറിയാവൂ. പക്ഷെ എനിക്ക് ഇന്ത്യൻ സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പ് മുതലുള്ള കഥ എനിക്കറിയാം. കാരണം ഞാൻ സോഷ്യോളജിയിൽ ബിരുദാനന്തര ബിരുദമുള്ള ആളാണ്. അതുകൊണ്ട് എനിക്ക് അതിനു മുമ്പുള്ള കഥയും എനിക്ക് നന്നായിട്ടറിയാം. അവിടെ ഒരു അസ്പ എന്ന് പറയുന്നൊരു നിയമം ഉണ്ടായിരുന്നു എനിക്കറിയാം. അവിടെ ഇറോൺ ഷർമിള അവിടെ നിരാഹാരം കിടന്ന് മരിക്കാൻ വരെ തയ്യാറായിരിക്കുന്നതും എനിക്കറിയാം. എനിക്കങ്ങനെ ഒരുപാട് കഥകൾ ഇതിനോട് കണക്ട് ചെയ്തറിയാം. ആകെ അവിടെ ക്രിസ്ത്യാനികളെ ഹിന്ദുക്കൾ വേട്ടയാടുന്നു എന്ന് പറയാൻ മാത്രം ഈ പാനലിൽ ഇങ്ങനെ നിരന്നിരിക്കാൻ മാത്രമല്ല, എനിക്കതിൻ്റെ സത്യാവസ്ഥകൾ നന്നായി റിസർച്ച് ചെയ്യുന്നൊരു വ്യക്തി കൂടെയാണ് ഞാൻ. അതുകൊണ്ട് എനിക്ക് നന്നായി അതിലറിയാം. എന്നെ അതിനകത്ത് പഠിപ്പിക്കാൻ ഏതായാലും ഈ പാനലിൽ ആളുണ്ട് എന്ന് ഞാൻ കരുതുന്നില്ല. അതുകൊണ്ട് എനിക്കത് ഭംഗിയായി എനിക്കതറിയാം. ഞാൻ പറയാൻ വന്നത്, ബോംബെ ആർച്ച് ബിഷപ്പ് കർദിനാൾ ഓസ്വാൾഡ് ഗ്രേഷ്യസ് അദ്ദേഹം വളരെ കൃത്യമായ വാചകങ്ങളിലൂടെ അത് നിർവചിച്ചിട്ടുണ്ട്. വാട്ട് എവർ ദ വയലൻസ് ഹാപ്പൻ ഇൻ മണിപ്പൂർ, ഇറ്റ്സ് നോട്ട് അറ്റ് ഓൾ religious, it's not at all related to religious, it's an ethnic violence, it's an ethnic violence. ആ എത്നിക് എന്ന് പറയുന്നതിൻ്റെ മീനിങ് അറിയാവുന്നവരാണോ ഈ പാനലിൽ ഇരിക്കുന്നതെന്ന് എനിക്ക് സംശയമുണ്ട്. കാരണം അവരിതെങ്ങനെയെങ്കിലും ക്രിസ്ത്യൻ ഹിന്ദുവിൻ്റെ കൂടെ ബി.ജെ.പിയുടെ കൂടെ RSS എന്ന് വരുത്താനുള്ള ശ്രമമാണ്. അത് എത്രത്തോളം വിജയിക്കും എന്ന് കണ്ടറിയണം. കാരണം ഇതുവരെ വിജയിച്ചിട്ടേ ഇല്ല. പിന്നെ മണിപ്പൂരിലെ വിഷയം ഞാൻ പറഞ്ഞല്ലോ, കാലാകാലങ്ങളായി നടന്നു വരുന്നതാണ്. അതിപ്പോൾ തുടങ്ങിയതല്ല. അതിനൊരു പരിഹാരം കണ്ടെത്തേണ്ടതുണ്ട്. കേന്ദ്രം, അതാണ് ഞാൻ പറഞ്ഞത്, വളരെ അവധാനതയോടാണ് തന്നെ നീങ്ങുന്നത്. അങ്ങനെ പരിഹരിക്കാവുന്നൊരു വിഷയമല്ല അത്. കാരണം
ജയ്ക്ക് തുടക്കത്തിൽ അത് പറഞ്ഞു, പെട്ടെന്ന് അങ്ങനെ പരിഹരിക്കാവുന്ന ഒരു വിഷയമല്ല അത്. അല്ല, കാരണം കോൺഗ്രസ് അടക്കം പലരും അത് ശ്രമിച്ചതാണ്. അങ്ങനെ പെട്ടെന്ന് പരിഹരിക്കാവുന്നതല്ല അത്. അത് ഏത് രീതിയിൽ വേണമെന്ന് നന്നായി പഠിച്ച് ചിലപ്പോൾ അതിനൊരു കമ്മീഷനെ വെക്കുകയോ അവരുമായി നിരന്തരം ചർച്ച നടത്തുകയോ സോഷ്യോളജി ബിരുദാനന്തര ബിരുദ പഠനത്തിനിടയിൽ നോക്കൂ കെന്നഡി കരിമുണ്ടാര, സോഷ്യോളജി ബിരുദാനന്തര ബിരുദ പഠനത്തിനിടയിൽ പോലീസിന്റെ ആർമറി ഡിപ്പോ കൊള്ളയടിച്ച് മെയ്തേയ് തീവ്രവാദികൾ കുക്കികളെ ആക്രമിച്ചു കൊല്ലുന്ന ഒരു സംഭവം മണിപ്പൂരിൽ മുമ്പ് എപ്പോഴെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? അജിൻസ്, ഈ പ്രശ്നം അവിടെ തുടങ്ങിയത് ഈ പറഞ്ഞ 27 മാസങ്ങൾക്ക് മുമ്പ് അവിടെ ഈ പ്രശ്നങ്ങൾ തുടങ്ങിയത് കുക്കികളാണെന്ന് അജിംസിന് അറിയാമോ? കുക്കികളാണ് ആദ്യമായി അവിടെ വെടിവെപ്പ് തുടങ്ങിയത്. അത് മൂടി വെച്ചുകൊണ്ട് കുക്കികൾ ആരെയാണ് എപ്പോഴാണ് വെടിവെച്ചത്? അതായത് ഈ കലാപത്തിന്റെ തുടക്ക കാരണമായ കുക്കികളുടെ വെടിവെപ്പ് എവിടെ എപ്പോഴാണ് നടന്നത്?